Hi friends, welcome back to my channel. അപ്പോൾ നിങ്ങൾ ഈ മുഹബത്ത് കി സർബത്തൊക്കെ ഈ നോമ്പിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പം ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ, ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തണിമത്തനാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് മതിയാവും കേട്ടോ. അപ്പം അതെടുത്തിട്ട് ഇങ്ങനെ തൊലി ചെത്തി നോക്കുമ്പോൾ വല്ലാണ്ട് കളർ കയറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നുറുക്കുകയാണ്. നമുക്കിപ്പോൾ തണിമത്തൻ്റെ ഉള്ളിൽ നോക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കിട്ടിയ തണിമത്തനാണെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി. അപ്പം കൊളാവോന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ടേസ്റ്റ് കുറയുമെന്ന്. പക്ഷേ ടേസ്റ്റിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ച് മധുരം കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നു, അത്രേ ഉള്ളൂ. നല്ല കുരുങ്കലാന്ന് സ്ക്വയർ ടേപ്പിൽ അരിഞ്ഞിട്ട് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. അപ്പം അതിലോട്ട് നമ്മൾ തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാലിൽ കുറച്ച് കട്ട ഉണ്ടായിരുന്നു, ആ കട്ടയൊക്കെ കുറച്ചിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഐസ് ക്യൂബുകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പാല് ചെറിയൊരു പിങ്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിന് പാകത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷവും ഞാൻ കുറേ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം മധുരം കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞാനിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒരു 4 അല്ലെങ്കിൽ 3 ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഹബത്ത് കി ഷർബത്തിൽ ഈ എസെൻസ് ഒന്നല്ല ഒഴിക്കണത്. അപ്പം ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചിയാ സീഡും കൂടി ഇട്ടിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ആ ഫ്രിഡ്ജിൽ വെച്ച് നേരം നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് നമ്മളൊരു 5-6 ചെറുള്ളി ചതച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കുത്തണ ഗരം മസാല കേട്ടോ, അതാണ് 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക വിചാരിച്ചാണ്. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം തന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം എനിക്ക് കുരുമുളകിൻ്റെ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും. അപ്പം ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പം ഇത് മന്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മളെപ്പോഴും അൽഫാമും പിന്നെ മന്തിയുടെ ചിക്കനൊക്കെ അല്ലേ നമ്മൾ കഴിക്കാറുള്ളത്. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മന്തിക്ക് നല്ല എല്ലാ പലഹാരത്തിനായാലും ശരി, ചോറിനായാലും ശരി, എല്ലാത്തിനും ടേസ്റ്റാണ്. പിന്നെ മന്തിക്ക് നമ്മൾ ഇത്തിരി സ്പെഷ്യലായിട്ട് ചിക്കൻ ഉണ്ടാക്കുമല്ലോ. ഇവിടെ എപ്പം മന്തി ഉണ്ടാക്കിയാലും അൽഫാം തന്നെയാണ് കേട്ടോ കൂടുതലും വാങ്ങാറാണ് പതിവ് നമ്മൾ. അപ്പം ഇപ്രാവശ്യം നോമ്പായിട്ട് ഞാനൊന്ന് വെറൈറ്റി സ്റ്റൈൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം അത് നന്നായിട്ടൊന്ന് സെറ്റായ ശേഷം പിന്നെ അതിലോട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ എത്ര ചിക്കനാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോഴി ഒരു 5-6 പീസാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു കോഴി എന്ന് പറയുമ്പോൾ ചെറിയ കോഴി നോക്കിയിട്ടാണ്. അപ്പം ആ ഒരു അളവിലാണ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. അതിനുള്ള മസാലയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെ ചിക്കൻ വറുക്കുക അതുപോലെ തന്നെ വറുത്തെടുക്കുകയാണ്. പിന്നെ വലിയ പീസാകുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളൂ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുക. അപ്പം ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓൾറെഡി ഹെവി ഫുഡ് ആയതുകൊണ്ട് പിന്നെ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ. മുഹബത്ത് കി ഷർബത്തും പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ മന്തി റൈസ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ വറുക്കുക അതുപോലെ തന്നെയാണ് വറുക്കാറുള്ളത്, ചെറിയ പീസൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.